ആരെ കേക്ക് മുറിച്ചേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയും? എന്നിട്ടാ ബേബിക്ക് എന്തെങ്കിലും മേടിച്ചേക്കണം. എനിക്ക് എന്തെങ്കിലും മേടിച്ചതല്ലേ? ഷവർമ മേടിച്ചോണ്ടാ. ഷവർമല്ല, ഞാൻ കബോർഡിൻ്റെ സാധനം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തക്കുന്റെ ബർത്ത്ഡേ ആണ് 21st, അതായത് ജൂലൈ 21st. അടുത്ത ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊന്ന് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുള്ളത്. 5 cents ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് സെറ്റാക്കി ബാഗിൽ ഒന്ന് പാക്ക് ചെയ്യണം. കാരണം ഞാൻ വേറെ എങ്ങനെ പോയാലും അവൻ പൊക്കും. സാധാരണ ഞാൻ എന്ത് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയാലും അവൻ പൊക്കും. അപ്പൊ ഇതൊന്ന് സർപ്രൈസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുന്നു വിചാരിക്കും. അപ്പൊ നമ്മൾ ഹിയറിന് വേണ്ടി മേടിച്ചത് എയർബഡ്സ്. യെസ്, എയർബഡ്സ് റിയൽമി. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമാണ് മേടിച്ചത്, മാക്സിമം. സൈറ്റിന് വേണ്ടിയിട്ട് ഫോട്ടോ ഫ്രെയിമാണ് ചെയ്തത്. ഇതെന്റെ ഫ്രണ്ട് ചെയ്ത, അവന് പേജ് ഉണ്ട്, അപ്പൊ അവൻ ചെയ്തു തന്നതാ. അങ്ങനെ വോള് ഇത് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ അവൻ അയച്ചു കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എനിക്ക് ചെയ്തു തന്ന സാധനമാണ്. ഗിഫ്റ്റിന് ഞാൻ സ്നിക്കേഴ്സ് മേടിച്ചത്. ഞാൻ വൈൻ ബോട്ടിലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വൈൻ ബോട്ടിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. അപ്പൊ പിന്നെ അവന് ഇഷ്ടമുള്ളത് സ്നിക്കേഴ്സ് ആണ്. അപ്പൊ പിന്നെ അത് മേടിക്കാന്ന് വിചാരിച്ചു. ആദ്യം കേക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കേക്ക് പൊന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ടച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സെറ്റാണ് മേടിച്ചത്. ഇത് മറ്റേ ആമസോണിൽ നിന്ന് മേടിച്ചതാ. പാസ്പോർട്ട് കവർ, വാലറ്റ്, കീ ചെയിൻ, ഇതെന്തായിരുന്നു, കണ്ണട, അതായത് ഷെയ്ഡ്സിന്റെ കവർ ഉള്ളത്. നമുക്കിനി പാക്ക് ചെയ്യാം. നല്ല സെറ്റപ്പായിട്ട് പാക്ക് ചെയ്ത് എൻ്റെ ഓഫീസ് ബാഗിൽ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അവൻ കണ്ടുപിടിക്കാതിരിക്കുള്ളൂ. ആൻഡ് നമുക്ക് അതായത് സാറ്റർഡേ വൈകിട്ട് ഞെട്ടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധനങ്ങൾ മേടിച്ചു. ആദ്യം ഞാൻ തന്നെ ഇരുന്ന് പൊതിഞ്ഞ് തുടങ്ങി. പക്ഷേ കുറച്ച് പൊതിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ഇരുന്ന് പൊതിഞ്ഞതൊന്നും നടക്കില്ലാന്ന്. അപ്പോൾ പൊന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ നമ്മൾ പൊതിഞ്ഞ് ആ സാധനമൊക്കെ കെട്ടി എല്ലാം എഴുതി ഒക്കെ വെച്ചു. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ലല്ലോ. നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇത് ഒട്ടിച്ച് ഇതിങ്ങനെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ഗുഡല്ല, അതുകൊണ്ടാണ് ഭംഗിയില്ലാത്തത്. പക്ഷെ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കൊടുക്കുന്നതൊക്കെ കാണിക്കാട്ടോ. ഞാൻ സത്യത്തിൽ റൂം ക്ലീനിങ് ആണെന്ന് പറഞ്ഞിട്ട് തക്കുവിനെ പുറത്ത് നിർത്തിയേക്കായിരുന്നു. അവൻ അലർജി ഉള്ള കാരണം ഇതാക്കില്ലോ. നമുക്ക് വിളിക്കാം. ബർത്ത്ഡേ ടു യു. അതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഗസ് ചെയ്യണം. 30th ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെത്. അത് വായിച്ചു നോക്കുന്നത് എനിക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോന്ന് ആദ്യം. തുറക്കരുത് കേട്ടാ. ഇപ്പൊ എന്താ സംഭവം? അതല്ല, ഗിഫ്റ്റിന്റെ കോമൺ ഇതെന്താ? 5 cents ഗിഫ്റ്റ്. എന്താന്ന് ഗസ് ചെയ്തിട്ട് തുറക്കാൻ പാടില്ലേ? ചോക്ലേറ്റ്, ഐ തിങ്ക്. എന്ത് ചോക്ലേറ്റ്? വൈറ്റ് ചോക്ലേറ്റോ? ഡാർക്ക് ചോക്ലേറ്റ്. തുറന്നു നോക്ക്. നീ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഞാൻ ഗിഫ്റ്റ് കൊണ്ടിരുന്നു? ഇല്ല, നമ്മൾ എന്നിട്ടല്ലേ പറഞ്ഞു ഇതിനകത്ത് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന്. ഞാൻ അങ്ങനെ അറിയാം, വെറുതെ ഇതിനകത്ത് സാധനം ഉണ്ടായിരുന്നല്ലേ. അല്ല, അതൊക്കെ ശരിക്കുള്ള സാധനങ്ങളായിരുന്നു. സ്റ്റിക്കേഴ്സ് ഒക്കെ എന്തോ 3 സ്റ്റിക്കേഴ്സ്. ഇതൊക്കെ സൈറ്റോ എന്തിട്ടാ കാണാൻ വേണ്ടിട്ട് എന്തിട്ടാന്ന് പറയണം. നമ്മുടെ വല്ല ഫോട്ടോസ് ഫ്രെയിം ചെയ്താണ്. തുറക്ക്. എന്തെങ്കിലും കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നേ. അതാര് ചെയ്തറിയോ? ആര് ചെയ്തേ? തുറന്നു നോക്ക് നീ ആദ്യം. അതവിടെ തൂക്കാനാ. അവിടെ
ഏത് ഗൂഗിൾ ചെയ്തതാ. നൈസ്. ഹിയർ വെച്ചിട്ടാണ്. നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് എനിക്കെങ്ങനെ മനസ്സിലാവും? എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളാണല്ലോ ബേബി എനിക്ക് മേടിച്ചു തരാം. ഹെഡ്സെറ്റ് അല്ല, ഇയർബഡ്സ്. സ്മെൽ പെർഫ്യൂം, മറ്റേ ചെറിയ ബോട്ടിൽ. ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഗസ് ചെയ്യല്ലേ, ഒരു രസമില്ല. കുറച്ച് ഇത് കൂടുതല, കോമൺ സെൻസ് കൂടുതല. ഇതല്ലെങ്കിൽ ഞാൻ നിനക്ക് വരുന്നതാണല്ലോ. ടച്ച് ഗസ് ചെയ്യേ, എൻ്റെ എണ്ണത്തിൽ ഞാൻ തോറ്റു. പറ എന്തെങ്കിലും ഗസ് ചെയ്യ്, റാൻഡം ഗസ്. എന്നിട്ട് കുലിക്കൊക്കെ നോക്കണേ. എനിക്കറിഞ്ഞൂടാ, ടച്ചൊരു എടുത്തില്ല. എന്തെങ്കിലും റാൻഡം ഗസ്, ടച്ചായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറ. ടോയ് വല്ലതാണ്. പിന്നെ നിനക്ക് 2 വയസ്സാണല്ലോ, 30 വയസ്സായി. ഇനി എന്തെങ്കിലും ഗസ്? കണ്ടിട്ട് എനിക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട് കണ്ടിട്ട് എന്തെങ്കിലും ഗസ്? പേനല്ലോ, പെൻസിൽ, അങ്ങനത്തെ. ഇത്ര വലിയ പേനയോ? ബോക്സ് ഉണ്ട്. ഓ തിരിച്ചാ തുറന്നേ. ഓ നൈസ്. എന്തെങ്കിലും ഇല്ലാത്ത സാധനം ഇന്ന് നിനക്ക് അത്യാവശ്യമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഇടിയാണ് അതിന്റെ കവറിന് വേണ്ടിയിട്ട്. അതും നിനക്ക് അത്യാവശ്യമുള്ള സാധനമാണ്, ഇതും നിനക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. അതെ, പേഴ്സില്ലാത്ത മനുഷ്യൻ. നിങ്ങൾക്കറിയോ അതുപോലെ ഒരാളെ? എന്നിട്ട് വേണം അത് പോവാൻ. ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഫുൾ ഇപ്പൊ തന്നെ ഞാൻ വൃത്തിയാക്കിയ റൂമാ. ഏതാ ഇഷ്ടപ്പെട്ട എന്താ? റിട്ടേൺ ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ട്? എനിക്ക് ഷവർമ മേടിച്ചു തരുമോ? എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? എന്തിട്ടാ? ബേബിക്ക് എന്തെങ്കിലും മേടിച്ചു. എനിക്ക് എന്തെങ്കിലും മേടിച്ചതല്ലേ? ഷവർമ മേടിച്ചോണ്ടാ? ഷവർമല്ല, ഞാൻ കബോർഡിൻ്റെ ഉള്ള സാധനം. ഞാൻ കബോർഡ് ഒതുക്കിയതാണല്ലോ. ആദ്യമായിട്ടാണ് അവന്റെ ബർത്ത്ഡേ എനിക്ക് ഗിഫ്റ്റ് ഇടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹാപ്പി ആണെങ്കിൽ എനിക്ക് ബേബിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമ്പോഴേ ഞാൻ ഹാപ്പി ആവുള്ളൂ. നല്ലൊരു കാര്യമാണ്, നല്ലൊരു അൺബോക്സിങ് ആണ്. എന്ത് സാധനം? ഗിഫ്റ്റ് ഫോർ യു. എന്നാ ഞാൻ ഈ ഇത് അലമാരിയിൽ നിന്ന് വൃത്തിയാക്കിയതാന്നേ. ജ്വല്ലറി ആയിരിക്കും. 10% കൂപ്പൺ കോഡൊക്കെ ഉണ്ട്. ജ്വല്ലറി കേസ്. It's my birthday, so I want to give you this for my happiness. Selfish me. അയ്യോ, എനിക്ക് വിഷമമായി. ഞാൻ ഗിഫ്റ്റ് തന്നതിനേക്കാളും. ഇയറിംഗ് അല്ലേ ഇത്? അല്ല, ബ്രേസ്ലെറ്റ് അല്ലേ? നോക്കൂ, ചെറിയ സംഭവമാണ് പക്ഷേ. അയ്യോ, താങ്ക് യു. ഇനി ഉണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ. ബ്രേസ്ലെറ്റ് വലുതാ നെറ്റ്. ഞാൻ ഏറ്റവും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അവൻ ഗിഫ്റ്റ് തരുന്നത്. എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, അവൻ്റെ ബർത്ത്ഡേ അല്ലേ. പക്ഷേ ദാറ്റ് വാസ് സോ സ്വീറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.
പോലെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ലേ കാണിച്ചുള്ളൂ. കേക്ക് കട്ടിങ് കാണിച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റഡ് അല്ലല്ലോ. ഇത് പൊന്നു തക്കുന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഉണ്ടാക്കിയ കേക്കാണ്, ചീസ് കേക്കാണ്. ആദ്യമായിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇത്ര അടിപൊളിയായിട്ട് വരുന്നത്. പൊന്നു തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് തൃശ്ശൂർ വെച്ചിട്ടാണ് മുറിച്ചത്. എറണാകുളത്തെ കേക്ക് കട്ടിങ് ആക്ച്വലി ഭയങ്കര ക്യൂട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. അതെന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവും. ആരെ കേക്ക് മുറിച്ചേ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചുന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവനാണ് കേക്ക് മുറിക്കുക. ആൻഡ് അവൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് അവനത് കൺസിഡർ ചെയ്യുക. അതാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരിക്കും ബൈ ബൈ.